ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാംഗുലമുവുമായി ചർച്ച ചെയ്തെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് നടന്ന മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ മോദി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മൌറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രിക്ക് മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോഖുൾ സമ്മാനിച്ചു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. സന്ദർശനവേളയിൽ മൌറീഷ്യസുമായി 8 ധാരണാപത്രങ്ങളിലും അദ്ദേഹം ഒപ്പുവച്ചു. 2025-26 കാലയളവിലേക്കുള്ള ധനാഭ്യർത്ഥനകൾ നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കി. കൃഷി, സഹകരണം, വനം, വ്യവസായം, തുറമുഖം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥനകളാണ് സഭ ഇന്ന് പാസാക്കിയത്. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഇനി ഈ മാസം 17-നാണ് വീണ്ടും സമ്മേളിക്കുക. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലുമായി മന്ത്രി എം പി രാജേഷ് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാനുള്ള 687 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. PMAY പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കൾ വീടിന് മുന്നിൽ ലോഗോ പതിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പിൻവലിക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം ചർച്ച ചെയ്യാമെന്ന് ശ്രീ മനോഹർ ലാൽ അറിയിച്ചു. ആരോഗ്യമുള്ള തലമുറകൾക്കായുള്ള സർക്കാരിന്റെ നിക്ഷേപമാണ് വിദ്യാർത്ഥികൾക്കുള്ള ഹെൽത്ത് കാർഡെന്ന് മന്ത്രി വീണ ജോർജ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഡിൽ ഉൾപ്പെടുത്തുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യാവസ്ഥ സർക്കാർ സമഗ്രമായി നിരീക്ഷിച്ച് കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷയിലൂടെ നിയമിച്ച ജീവനക്കാരനെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകത്തിൽ നിന്നും മാറ്റിയ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ. തുടർ നടപടികൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കും. നിയമന ഉത്തരവിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ജോലി ജീവനക്കാരൻ നിർവഹിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി യാത്രാ പദ്ധതിയിൽ തിരുവനന്തപുരം, മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായി അദാനി എയർപോർട്ട്സ് ലിമിറ്റഡ്. മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയിലൂടെ യാത്രക്കാർക്ക് പേപ്പർ രഹിതവും തടസ്സരഹിതവുമായ യാത്രാനുഭവം ഡിജി യാത്രയിലൂടെ ലഭിക്കും. വിവിധ ടച്ച് പോയിന്റുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഡിജി യാത്ര സഹായിക്കും. സംസ്ഥാനതലത്തിൽ ലഹരിക്കെതിരെയുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി സമഗ്ര നടപടികൾ സ്വീകരിക്കാൻ ADGP മനോജ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ലഹരിക്കെതിരെയുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധനകൾ ഊർജിതമാക്കും. കുടിയേറ്റ തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചു. തായ്ലൻഡിൽ തൊഴിൽ തട്ടിപ്പിനും മനുഷ്യക്കടത്തിനുമിരയായി കുടുങ്ങിയ 3 മലയാളികൾ കൂടി നാട്ടിൽ തിരിച്ചെത്തി. ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിൽ തായ്ലൻഡിൽ നിന്നും ന്യൂഡൽഹിയിൽ എത്തിച്ച ആലപ്പുഴ, തൃശൂർ സ്വദേശികളായ മൂവരെയും നോർക്ക റൂട്ട്സ് വഴിയാണ് ഇൻഡിഗോ വിമാനത്തിൽ വൈകിട്ട് 4:40 കൊച്ചിയിലെത്തിച്ചത്. ഇന്നലെ മലയാളികളായ 8 പേരെ ഡൽഹിയിൽ നിന്നും വിമാനമാർഗ്ഗം നാട്ടിലെത്തിച്ചിരുന്നു. ഇതടക്കം ആകെ 11 മലയാളികളെയാണ് നോർക്ക റൂട്ട്സ് ഇടപെട്ട് നാട്ടിലെത്തിച്ചത്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. വിപുലമായ സൌകര്യങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. കനത്ത സുരക്ഷയ്ക്കൊപ്പം ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതർ കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് 700ഓളം KSRTC ബസ്സുകളാകും സർവീസ് നടത്തുക. പ്രത്യേക ട്രെയിൻ സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ലക്കിടിയിൽ ട്രെയിൻ തട്ടി യുവാവും 2 വയസ്സുള്ള കുഞ്ഞും മരിച്ചു. കിഴക്കഞ്ചേരി കാരപ്പാടം സ്വദേശി പ്രഭുവും മകനുമാണ് മരിച്ചതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ചെനക്കത്തൂർ പൂരം കാണാനെത്തിയ ഇവർ ഇന്ന് വൈകിട്ട് ലക്കിടി ഗേറ്റിന് സമീപം പാളം മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. 2025 മെയ് 1 മുതൽ മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സിന് മുന്നോടിയായി ആഗോള സമൂഹത്തിൽ കേന്ദ്ര സർക്കാർ പ്രചാരണം നടത്തും. മാധ്യമ വിനോദ മേഖലയുടെ സമന്വയത്തിന് വഴിയൊരുക്കുന്ന ആഗോള വേദി എന്ന നിലയിലുള്ള വേവ്സിന്റെ നേട്ടങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ വിശദമാക്കും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ L. മുരുകൻ തുടങ്ങിയവർ സംബന്ധിക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് ഇന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.